എക്സ്ക്യൂസ് മീ, കിളിച്ചുണ്ട മാമ്പഴം കണ്ടില്ല. അതെന്താ കാണാത്തത്? OTT പോയി കണ്ടാ മതി. ലാലേട്ടന്റെ പടമാണ്, സൂപ്പർ പടമാണ്. ഇത് അതല്ല പറഞ്ഞത്, കിളിച്ചുണ്ട മാമ്പഴം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ആരെയൊക്കെ കൊടുക്കാൻ വേണ്ടി വെച്ചാ ഇമ്പോർട്ടഡ് സാധനമാണ്. അതിവിടെ കാണുന്നില്ലല്ലോ. ആവോ, എനിക്കറിയത്തില്ല. നീ എടുത്തിട്ടില്ലേ? ഞാനെന്തിനാ എടുക്കുന്ന കിളിച്ചുണ്ട മാമ്പഴം? എന്തത് കാണിക്കുന്നേ? നിങ്ങളുടെ ആ ചക്രവാണിയോട് പോയി ചോദിച്ചു നോക്ക്. നല്ല മണം കിട്ടണം. അതിന്റെ പെർഫ്യൂമിന്റെ പോയി ചോദിച്ചു നോക്ക്. ചക്രവാണി, എന്തോ വരൂ സാർ. എവിടെ എവിടെ? ഇവിടെ പുറകില്. മാമ്പഴം കണ്ടില്ല. കിളിച്ചുണ്ട മാമ്പഴം. കിളിച്ചുണ്ട മാമ്പഴം ഞാൻ എടുത്തില്ല, എനിക്കറിയില്ല. അങ്ങനെ പറയരുത്. സാറിന്റെ കയ്യിലായിരുന്നില്ല അത്. സാറിലെ വെച്ചാൽ ഞാനല്ല. എവിടെ നോക്കട്ടെ. മാമ്പഴത്തിന് നല്ല മണമുണ്ട്. സാറേ അത് മാങ്ങയുടെ അല്ല, 1.5 പേക്ക് മാങ്കോ ചില്ലി അടിച്ചു. അതിന് വേണം. ഡ്യൂട്ടി ടൈമിൽ കള്ളു കുടിച്ചിട്ട് എന്നെ വിളിക്കാണ്ട് കള്ളു കുടിച്ചു അല്ലേ? അല്ല സാറേ, മറ്റേ കിളിച്ചുണ്ട മാമ്പഴം കണ്ടില്ലേ? അതെവിടെ പോയി? ഇത് എവിടെ പോയി? ഇത് ഇമ്പോർട്ടഡ് സാധനമാണ്. ഞാൻ അന്റാർട്ടിക്കന്ന് വരച്ചില്ല. നമ്മുടെ ആ നേഴ്സില്ലേ, അവർക്ക് ഇച്ചിരി തീറ്റപ്രാന്തുണ്ട്. ചിലപ്പോ എടുത്ത് അവിടെ പോയി. അവിടെ ഉണ്ട്, വിളിക്കാം. ചാന്ദ്രേ. അവളെന്തോ ചവച്ചോണ്ട് വന്നിട്ടുണ്ട്. ചവച്ചോണ്ട് വന്നല്ലോ, 2-3 മാസമല്ലേ ശമ്പളം കൊടുത്തിട്ട് ശപിച്ചോണ്ട് വന്നതാ. ഓക്കെ, കിളിച്ചുണ്ട മാമ്പഴം പണം പിടിച്ചു നോക്കാം. പാരസെറ്റമോൾ, ക്രോസിൻ, ടെലുസിൽ, മൊത്തം ആശുപത്രി വേണം. എന്താ സാർ, എന്താ പ്രശ്നം? നമ്മളിവിടെ ഞാൻ ആര്യക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് വേറൊരു രാജ്യത്ത് നിന്ന് ഒരു കിളിച്ചുണ്ട മാമ്പഴം, അവളുടെ പ്രസവ ശുശ്രൂഷ, അതിന് വേണ്ടിയൊക്കെ ആയിട്ട് ഞാൻ കൊണ്ടുവന്ന മാമ്പഴമാണത്. അത് ഭയങ്കര വില കൂടിയ മാമ്പഴമാണ്. അത് ഇവിടെ കാണാനില്ല. അവൾ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ എടുത്തിട്ടില്ല. എടുത്തിട്ടില്ലെന്ന് പറഞ്ഞാ പിന്നെ ഈ പിള്ളേർക്ക് ചെറിയ മണം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക ഇവിടെ. അയ്യോ, അത് കാണാനില്ലേ? ഇല്ലെന്ന്. എന്റെ ദൈവമേ, മേഡം ദൂരം ആഗ്രഹിച്ച സാധനം അറിയോ? അറിയോ? ഗർഭകാലത്ത് സ്ത്രീകള് ആഗ്രഹിച്ച സാധനം കിട്ടിയില്ലെങ്കിൽ കുഞ്ഞിനെ ബാധിക്കും. അത് കണ്ടുപിടിക്കണം സാറേ. കണ്ടുപിടിക്കണം. അത് ഇവിടെ ഫ്ലോറിൽ കൊണ്ടുവന്നാണല്ലോ. അതിപ്പോ ആര് കൊണ്ടുപോയ? അതെ, ഞാൻ ഇവിടുന്ന് പുറത്തുപോയ നേരത്ത് ഇവിടുന്ന് കിളിച്ചുണ്ട മാമ്പഴം എടുത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ആണോ? ഇല്ലെന്ന് പറയണ സത്യമാണോ? ഞാൻ മണത്ത് ഞാൻ കണ്ടുപിടിക്കും. ഇല്ല, അവരല്ല സാറേ. വിഷു മാങ്ങ വിശന്നപ്പോ എങ്ങനെ എടുത്ത് കഴിച്ചോ? 2 പിടി. നിങ്ങള് വല്ല വിശപ്പിന്നൊക്കെ? ഞാൻ എടുത്തിട്ടില്ല. ഇവിടെ പോകാനായിട്ടാണ് സാധനം. ചേട്ടാ, എന്താ പ്രശ്നം? കൊറേ ഭയങ്കര ബഹളം. നിങ്ങള് പറ്റുള്ള എനിക്ക് എന്തോ പോയിന്നോ? ആരെയാ നിങ്ങൾ ഈ തിരക്കണത്? അല്ല, ഞങ്ങള് ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യായിരുന്നു. ഈജിപ്തിലെ കാര്യമൊക്കെ. അതെ, ഭാര്യ അറിയരുത് കിളിച്ചുണ്ട മാമ്പഴം കാണാതെ പോയ വിവരം. അറിയാലോ? കൊച്ചിന് കേടാണ്, മനസ്സിലായില്ലേ? അപ്പൊ കിളിച്ചുണ്ട മാമ്പഴം ഒന്ന് അഥവാ വായിൽ വന്ന അപ്പൊ അതിന് വേറെ പേരിട്ട് വിളിച്ചോളണം. ഒരു നല്ല പേര് സാറ് തന്നെ ഇട്ടോ. അത് വേറൊന്നല്ല ആര്യെ. അതായത് ഈ രഘുനന്ദനെ കാണാനില്ല. രഘുനന്ദനോ? അത് നമ്മുടെ ഇവിടെ ഒരു നല്ല ചൊനയൊക്കെയുള്ള ഉരുണ്ട് ആയിട്ടുള്ള നിർത്താൻ കൊണ്ടുവന്ന ജോലിക്ക്. രഘുനന്ദൻ ഇവിടെ ജോലിക്ക് വേണ്ടിട്ടേ സാറ് കൊണ്ടുവന്നാണ്. ഓ, പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്തതാ? എന്നിട്ട് എങ്ങനെ പോയി? അതല്ല, ഞാൻ വളരെ ശ്രദ്ധിച്ച് ഒരു പേപ്പറിൽ പൊതിഞ്ഞു വെച്ചാ. രഘുനന്ദനെ പേപ്പറിൽ പൊതിഞ്ഞു വെച്ചോ? ഉരുണ്ടിട്ടാണല്ലോ, ഉരുണ്ടു പോകാതിരിക്കാനായിട്ട് പേപ്പറിൽ ഇങ്ങനെ. രഘുനന്ദന് ഉരുണ്ടു പോകാനിരിക്കാൻ? എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾക്ക് ഇതെന്താ പറ്റിയ? നിങ്ങൾക്ക് തലയ്ക്ക് പ്രാന്താണോ? മനുഷ്യ പോയി കിടന്ന് ഉറങ്ങും കുറച്ചു നേരം. സൂപ്പറായി പോയിട്ടാ ആ പേരിട്ടതേ. കൂളി പേരായി പോയി. അതെ, ഞാനൊരു അവസരം കൂടി തരാം. അവിടെ ബാക്കി കൊണ്ട് തന്നാ മതി. എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് എനിക്ക് തരണം. ഞാൻ വളരെ കഷ്ടപ്പെട്ട് പുറം രാജ്യത്ത് നിന്ന് ഇവിടെ എത്തിച്ച കിളിച്ചുണ്ടൻ ചേട്ടാ, കിളിച്ചുണ്ടൻ രഘുനന്ദനെ എനിക്ക് കിട്ടിയിരിക്കണം. അല്ലാണ്ട് ഞാൻ സമ്മതിക്കില്ല. അതെ, ഞാൻ പോയിട്ടേ മണത്ത് മാങ്കോ ചില്ലി അല്ല മണത്ത് കണ്ടുപിടിച്ചിട്ട് വരാം. കണ്ടുപിടിച്ചിട്ട് വരണം കേട്ടോ. പരിപാടി നടക്കട്ടെ. ആര്യേ, ബാ, നമുക്ക് കുറച്ച് കോമഡി ആക്കാം. മൈജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ണിലേക്ക് നമുക്ക് അടുത്ത കണ്ടസ്റ്റിനെ വിളിക്കാം. മനീഷ് മണി. സൂര്യനു താഴെ കൂടാൻ ചിരിയുടെ കൂട്ടരി തീർക്കണ
മനീഷേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം ഇവിടെ അല്ലേ? ആ അതെ അതെ ശരിയല്ലേ. മനീഷ് എവിടെ സ്ഥലം എവിടെയാണ്? എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂര്. ആമ്പല്ലൂർ. ഇവരുടെ എവിടെയാണ് ഇലക്ട്രോണിക് സിറ്റി ഒക്കെ വരാൻ സ്ഥലമല്ലേ? ഓ അത് നേരത്തെ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞാനും കേട്ടിട്ടുണ്ട് ആ സമയത്ത് അങ്ങനെ വരാൻ പോകുന്നുണ്ടെന്നൊക്കെ. അതെന്തായെന്ന് അറിയത്തില്ല. Drop out ഈ ആമ്പല്ലൂരിന് എപ്പോഴും എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ എന്ന് പറയേണ്ട ഒരു പ്രത്യേകത ഉണ്ട്. കാരണം തൃശ്ശൂർ ഒരു ആമ്പല്ലൂരുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൺഫ്യൂഷൻ. അതുകൊണ്ട് മനീഷ് തന്നെ എപ്പോഴും തുടക്കത്തിൽ എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ എന്ന് പറയും. അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എറണാകുളമോ തൃശ്ശൂര്. ആ ചോദ്യം ഒഴിവാക്കല്ലോ. തുഷാരടിക്ക് ആമ്പല്ലൂർ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പണ്ട് അതൊക്കെ വിറ്റു. കടം കയറിയപ്പോ വിറ്റു. സാറ് നിങ്ങളെ പോലെയാണോ നമ്മളൊക്കെ? ഒരാവശ്യം വരുമ്പോ സ്ഥലം വിറ്റു. അങ്ങനെ ഇങ്ങനെയൊക്കെയാ സാറ് സ്ഥലം. അല്ല ഞങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിന്റെ കുറച്ച് പരിപാടികളുണ്ട്. അതുകൊണ്ട് അതുണ്ട് അയ്യോ അപ്പൊ ഞങ്ങൾ അവിടെ തപ്പി കുറെ സ്ഥലം നോക്കിയപ്പോ പിഷാരടിക്ക് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അതെ. ഞങ്ങൾ തീരുമാനിച്ചു അവിടെ വേണ്ടെന്ന്. ഞാൻ നിങ്ങൾക്ക് അവിടെ ഇല്ലാത്തതുകൊണ്ട് അവിടെ മാത്രം മേടിച്ചു. വേറെ എവിടെ ചെന്നപ്പോഴും നിങ്ങളുടെ സ്ഥലമുണ്ട്. വേറെ എവിടെ കേരളത്തിൽ മേടിക്കാൻ പറ്റിയില്ല. മനീഷേട്ടാ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, വൈഫ്, 2 കുട്ടികൾ. ഓക്കെ. മനീഷ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെയാണ്? ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. മക്കൾക്കൊക്കെ എന്ത് പ്രായമുണ്ട്? അവർക്ക് 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ട്വിൻസ് ആണ്. ഓ ട്വിൻസാ? അതെ, മോനും മോളും ആണ്. ഓ ഐഡന്റിക്കൽ ട്വിൻസ് ആണോ? അല്ലല്ല, മോൻ എന്നെ പോലെയും മോള് അമ്മയെ പോലെയും. ഓ ഇനി അമ്മയുടെ പേര് പറഞ്ഞാൽ പ്രശ്നമാവും. അമ്മയുടെ പേര് സുമ, അതെന്റെ വൈഫിന്റെ പേര് സുമ. മോന്റെ പേര് അർവിൻ, മോളുടെ പേര് അക്ഷര, അച്ചു കിച്ചു എന്ന് വിളിക്കും. അച്ഛന്റെ പേര് മണി, അമ്മയുടെ പേര് രതി. അല്ലെ ഒരു വിഷയം ഉണ്ടാവണ്ടല്ലോ. മൊത്തമായി പഞ്ചായത്ത് മെമ്പറുടെ പേര്. എത്ര നാളായി മനീഷ് ചെയ്യുന്നു ഈ സ്റ്റാൻഡപ്പ് കോമഡി? കുറച്ച് നാളായി. കുറച്ച് നാളുകളായി. മനീഷ് വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്. മനീഷ് ഞാനും കുറെ വർഷങ്ങൾ മുമ്പ് ഒരു ഞങ്ങൾക്ക് അവനവന് പ്രൊഫൈല് പറയാൻ ഇല്ലാത്ത സമയമുണ്ടല്ലോ. അപ്പൊ ചില പരിപാടിയൊക്കെ കിട്ടുമ്പം ഈ കഴിഞ്ഞ പോളിടെക്നിക് കലോത്സവത്തിൽ 1ാം സ്ഥാനം ലഭിച്ച എന്നൊക്കെ പറഞ്ഞു പോകും. കാരണം അത് ചിലപ്പോൾ ആർക്കും അറിയത്തില്ല ആർക്കാ കിട്ടിയെന്നൊക്കെ. നമുക്ക് വേറെ ട്രൂപ്പിന്റെ പേരൊന്നും പറയാനുമില്ല കൂട്ടത്തിൽ. അങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന ഒരു അമച്വർ പിള്ളേരുടെ സംഘം ഉണ്ടായിരുന്നു. ആ സംഘത്തിൽ 1ഓ 2ഓ പരിപാടികൾ ഒരു 25 കൊല്ലം മുമ്പ് മനീഷും ഞാനും ഒക്കെ പോയി കളിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഞാനിപ്പോഴും അമേച്ചറായിട്ട് നിൽക്കുന്നു. പുള്ളി മനീഷ് നല്ല ബാങ്കിൽ ജോലിയുണ്ട്, നല്ല ശമ്പളവും മേടിക്കുന്നുണ്ട്. ഞാൻ കണ്ണീന്ന് പത വന്നിട്ടും പട്ടുന്നിൽ ഇറങ്ങിയിട്ട് പൈസ ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഇവന് ഒഴിവും കിട്ടി, ലീവും കിട്ടി, സമയം കിട്ടുമ്പോ വന്ന് കോമഡി പറഞ്ഞിട്ട് പോകുന്നൊരുത്തന്നെ ആയ കാലത്തെ പണിക്ക് പോയി. ഇപ്പൊ എനിക്ക് ലോൺ വേണമെങ്കിൽ ഇവന്റെ ബാങ്കിൽ ചെന്ന് ക്യൂ നിന്ന് ഒപ്പിട്ട് കൊടുക്കണം. അതാണ് അവസ്ഥ. മനേഷനാണോ? മനേഷിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ റെഡി? സ്ക്രിപ്റ്റ് മിക്കവാറും ഞാൻ തന്നെയാണ്. ശരിയാ, അങ്ങനെ തന്നെയാണ്. മിക്കവാറും അല്ല, വേറെ ആരും മനീഷ പഞ്ചായത്തിൽ സഹായിക്കുന്നില്ല എന്ന് കേട്ടിട്ട് തോന്നാനായിട്ട്. കുറച്ച് കഴിയുമ്പോ അമൃത ഒരെണ്ണം പഠിച്ച് ചെയ്യാൻ കേട്ടോ. ഇത്ര എപ്പിസോഡൊക്കെ ആയില്ലേ, ഒരു സ്റ്റാൻഡപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുമോ അമൃത? ചേട്ടാ ആലോചിക്കാം. കാണാപ്പാടം പഠിച്ച് മുഴുവൻ പറയണം കേട്ടാ. 10 മിനിറ്റ് സ്റ്റാൻഡപ്പ്. ഞാനല്ലേ? മനീഷേ, അപ്പൊ ഇന്നും മനീഷ് വരുമ്പം എനിക്ക് ഈ പറയുന്ന പോലെ ഒരു പ്രതിഭയുള്ള ആളെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ചില ബഡ്ജറ്റ് പടങ്ങൾക്കൊക്കെ പറയുമല്ലോ പ്രതീക്ഷയുടെ അമിതഭാരം എന്നുള്ള. ഞാൻ ആ അമിതഭാരം എടുത്ത് തലയിൽ വച്ചിട്ടുണ്ട്. ബാക്കി മനീഷ് വിജയിപ്പിക്കണം. നോക്കാം. ഹലോ, ഹായ്, ഞാൻ മനേഷ് മണി. ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരെ പരിചയമുണ്ടോ? ഇല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടാം. ഇനി അറിയാന്നുണ്ടെങ്കിൽ ഒരാളെ കൂടുതൽ പരിചയപ്പെട്ടോ. ബേബി സാർ ഇൻവെസ്റ്റ്മെന്റിന്റെ വലിയ ആൾക്കാരാണല്ലോ. ഇൻവെസ്റ്റ്മെന്റ് ഇഷ്ടമാണോ? നദി പിടിച്ചോ. ഈ ബേബി സാർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ അലവലാതിയാണ്, തരികിടയാണ്, ഊളയാണ്, നാറിയാണ്. കേട്ടിട്ടില്ലേ? ഇൻസൾട്ടാണ് മോനെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. പിടിച്ചോ. നമുക്കറിയാം ഈ സ്റ്റാൻഡപ്പിൽ പൊതുവെ എല്ലാവരും സുഹൃത്തുക്കളെ കുറിച്ചാണ് പറയണത്. ഞാൻ ഇതുവരെ സുഹൃത്തുക്കളെ കുറിച്ച് കണ്ടന്റ് കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഒരുപാട് സുഹൃത്തുക്കളെ കുറിച്ചിട്ടാണ്. എന്റെ ഇപ്പോൾ ഏറ്റവും അടുത്തുള്ള സുഹൃത്ത് എന്ന് പറഞ്ഞാൽ പിഷു ബ്രോയാണ്. ഞാനും പിഷു ബ്രോയും തമ്മിൽ ഒരു വിഹിത ബന്ധമുണ്ട്. സാധാരണ അവിഹിത ബന്ധം എന്നല്ല പറഞ്ഞേ, ഇത് വിഹിത ബന്ധമാണ്. ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ രണ്ടുപേരും സമകാലീനനാണ്, അതുപോലെ തന്നെ കുലീനരുമാണ്. പുള്ളി യൂണിവേഴ്സിറ്റി പരിപാടി അവതരിപ്പിക്കുമ്പോഴത്തേക്കും ഞാൻ ആനിവേഴ്സറിക്ക് പരിപാടി അവതരിപ്പിക്കും. പുള്ളി ജഡ്ജസ് ആകുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഒന്ന് പരിപാടി അവതരിപ്പിക്കും. പുള്ളി ബിഗ് ഫിലിം പിടിക്കുമ്പോഴത്തേക്കും ഞാൻ ഷോർട്ട് ഫിലിം പിടിക്കുന്നു. അവിടെ ഞാൻ എപ്പോഴും എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, പിഷുവിന് എന്തെങ്കിലും ഒരു ഓസ്കാർ അവാർഡ് കിട്ടുകയെന്ന്. അത് പുള്ളിയുടെ സ്നേഹം കൊണ്ടൊന്നുമല്ല, പുള്ളിക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയാൽ എനിക്കൊരു സ്റ്റേറ്റ് അവാർഡെങ്കിലും കിട്ടും. അതുപോലെ ഇനി അടുത്തൊരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ക്യാപ്ഷൻ ഇടുന്ന സുഹൃത്തുക്കളില്ലേ, ഫോട്ടോ എടുത്ത് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ. ഇപ്പോൾ വീണ്ടും നിങ്ങൾ വിചാരിക്കും പുള്ളിയാണ്, പക്ഷെ അല്ല. ഇദ്ദേഹത്തിൽ നിന്ന് ഇൻസ്പിറേഷനായി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളി ക്യാപ്ഷൻ ഇടുന്ന പരിപാടിയാണ്. പുള്ളി ഒരു ദിവസം പോയപ്പോഴത്തേക്കും വഴിയിലൊരു കാള നിൽക്കണം. പുള്ളി നേരെ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ട് കിടിലൻ ക്യാപ്ഷൻ ഒക്കെ വെച്ച്, അയാം വിത്ത് കാള. പിറ്റേ ദിവസം പോലെ അവൻ്റെ പേരായി വിത്ത് കാള. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്ക് അച്ചടി ഭാഷ ഉപയോഗിക്കുന്നു. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ ചായക്കടയിലൊക്കെ ഒരു നമ്മൾ വെള്ളം എന്ന് പറഞ്ഞാൽ അവൻ ഒരു ഗ്ലാസ് ജലം എന്നാ പറയുള്ളൂ. അപ്പോൾ അവനിങ്ങനെ ടൈപ്പ് ചെയ്ത് ഒരു ദിവസം റേഷൻ കടയിലെ ചേച്ചിക്ക് അരിവിഹിതമുണ്ടോ എന്ന് അയച്ചതാ. ഒരക്ഷരം വിട്ടുപോയി, അരി എന്നുള്ള അക്ഷരം വിട്ടുപോയി. ചേച്ചിക്ക് ഇട്ടത് അവിഹിതമുണ്ടോ.
ഒന്ന് ആലോചിച്ച് നോക്കൂ. അരിവിഹിതം എന്ന ഇമ്പോർട്ടന്റ് സാധനത്തിൽ ഈ വിട്ടുപോയപ്പോഴത്തേക്ക് ആർക്കും വേണ്ടാത്ത അവിഹിതമായി. അവന്റെ റേഷൻ കാർഡിൽ നിന്ന് വരെ അവന്റെ പേര് വിട്ടു. അതുപോലെ നമുക്കറിയാം, നമ്മൾ ഈ മെസ്സേജുകൾ അയക്കുന്നതല്ലേ. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് അവന്റെ കാമുക്കി സംസാരിച്ച് മടുത്തിട്ട് അങ്ങോട്ട് പൊട്ടേറ്റോ ഒന്ന് ഇട്ടു. അപ്പൊ അവള് പറയാ പുഴുങ്ങുന്നത് ഇഷ്ടമല്ല, ഫ്രൈ ചെയ്യുന്ന ഇഷ്ടം. അവനുദ്ദേശിച്ചത് പൊട്ടേറ്റോ എന്നാ, പക്ഷെ അവർക്ക് മനസ്സിലായത് പൊട്ടറ്റോ എന്നാ. പല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു സുഹൃത്തുണ്ട്. അവൻ എവിടെ പോയാലും തമാശകൾ പറയും, അല്ലെങ്കിൽ തമാശ ഉണ്ടാക്കും. അവൻ ഡോക്ടറിനെ കാണാനായിട്ട് ഒരു ദിവസം പോയി. അപ്പൊ അവിടെ എഴുതി വെച്ചേക്കുന്നു ഉച്ച കഴിഞ്ഞ് ഷേണായി ഡോക്ടർ. എടാ ഉച്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിലും എല്ലാവർക്കും ക്ഷീണമല്ലേ, പിന്നെ എന്തിനാ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? എടാ അതല്ലടാ, ഉച്ച കഴിഞ്ഞ് ക്ഷീണായി ഡോക്ടറാണ്. എടാ ഉച്ച കഴിഞ്ഞ് ക്ഷീണായി ഡോക്ടർ എന്ന് പറഞ്ഞാൽ രാവിലെ അയാൾ എഞ്ചിനീയറാണ്. അങ്ങനെ അവനെ ഹോസ്പിറ്റലിൽ ഇരുന്ന് ബ്ലഡ് കൊടുക്കാനായിട്ട് പോകും. അപ്പോൾ എല്ലാ ടെസ്റ്റും കഴിഞ്ഞപ്പോഴത്തേക്കും സിസ്റ്റർ ചോദിച്ചിട്ട് ടെസ്റ്റൊക്കെ ഓക്കെയാണ്, പക്ഷെ ഒരു കാര്യമുണ്ട്, സുരക്ഷിതമില്ലാത്ത ഏർപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ ഇവൻ പറയാണ്, അയ്യോ ബ്ലഡ് കൊടുക്കണമെങ്കിൽ സുരക്ഷിതമില്ലാത്ത അതിൽ ഏർപ്പെടണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതുപോലെ തന്നെ എൻ്റെ വേറൊരു സുഹൃത്ത്, ഇവന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഭയങ്കര സിനിമാ പ്രാന്തനാണ്, കാർ പ്രാന്താണ്. പക്ഷെ ഇവൻ ഒരു കാര്യങ്ങളും ഓർമ്മയിൽ നിൽക്കത്തില്ല. അപ്പൊ ഇവൻ പറയുക ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ, എടാ മറ്റേ സിനിമയില്ലടാ, ഏത്? എടാ മറ്റവൻ അഭിനയിച്ച ഏതാന്നേ? എടാ മറ്റവൻ ഡയറക്റ്റ് ചെയ്തിട്ട്, മറ്റവൻ മ്യൂസിക് ചെയ്ത്, മറ്റവൻ ക്യാമറ ചെയ്തിട്ടുള്ള സിനിമയില്ലടാ. ഒരിക്കലും അവൻ അതിലേക്ക് എത്തൂല. അങ്ങനെ ഇവൻ സിനിമയെ കുറിച്ച് പഠിച്ച ഒരു ദിവസം എന്നോട് വിളിച്ചു ചോദിക്കുവാണ്, എടാ എന്താടാ ഈ ചെമ്മീൻ രാമു കാര്യമായിട്ട് ഡയറക്റ്റ് ചെയ്തെന്ന് പറയുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞടാ, അത് ചെമ്മീൻ രാമു കാര്യമായിട്ട് ഡയറക്റ്റ് ചെയ്തായോണ്ട്. അതല്ലടാ, ഇത്രയും നല്ല കഥ കിട്ടുമ്പോൾ രാമു കാര്യമായിട്ടല്ലാതെ തമാശക്ക് ചെയ്യൂ. മറ്റൊരു ദിവസം ഇവൻ എന്നോട് ഈ ചലച്ചിത്രം കേട്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് എന്നോട് പറയാം, എടാ ഞാൻ ചലച്ചിത്രഗാനത്തിൽ പറഞ്ഞ കേട്ട് സംഗീതം ശ്യാം, ഗാനങ്ങൾ പൂവച്ചാൽ ഗാദർ. ഈ പൂവച്ചാൽ ഗാദറാണ്, ഈ പൂവച്ചില്ലേ ഗാദർ ആവും. പിന്നെ വേറൊരു കാര്യം, ഇവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഈ ആലോചന എടാ ഇവിടെ ഒരു നല്ലൊരു ഗാനരചയിതാവ് ഉണ്ടല്ലോടാവേ, പുള്ളിയുടെ പേരിൽ തന്നെ അസൂയുണ്ട്. പേരിൽ തന്നെ അസൂയ, ആ പേരിൽ തന്നെ അസൂയുള്ളി ONV. പിന്നെ നമുക്കിടയിൽ എല്ലാവർക്കും ഉണ്ടാവും ഈ ബിസിനസ് ഐഡിയയും കൊണ്ട് തന്നെ കൂട്ടുകാരന്മാർ. എൻ്റെ ഒരു സുഹൃത്ത് ഈ ബാങ്കിൽ ഇവൻ പറയുവാണ് സ്റ്റാർട്ടപ്പിന് ലോൺ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇവനെ കയറിച്ചത്. അപ്പോൾ ബാങ്ക് മാനേജർ ചോദിച്ചു, ഐഡിയ പറയാമോ? സ്റ്റാർട്ടപ്പിന്റെ എന്ത് ഐഡിയ ആണുള്ളത്? സ്റ്റാർട്ടപ്പ് ഞാൻ ഐഡിയ കൊണ്ട് പ്രൊജക്റ്റ് ഉണ്ടോ, ആ പ്രൊജക്റ്റ് കൊണ്ടുവന്നുണ്ടോ വരാൻ പറഞ്ഞിട്ട് കാണിച്ചിട്ടേ അവൻ ഓട്ടോയാ. അവൻ ചെന്നിട്ടേ ഇതാണ് അവന്റെ സ്റ്റാർട്ടപ്പ്. സ്റ്റാർട്ട് ചെയ്ത് അപ്പിയുന്ന സാധനമല്ലേ, ഇതിന് ഒന്നൊന്നുകൂടെ ഇതുപോലത്തെ തരികടയല്ല, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വേണം. ഇവൻ ഇതുപോലെ തന്നെ ഭയങ്കര എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. അവൻ പറയാ വെള്ളത്തിന്റെ ബിസിനസ് തുടങ്ങിയാലോ. ഇപ്പൊ ബാങ്ക് മാനേജർ ചോദിച്ചു, മിനറൽ വാട്ടർ ആണോ? അല്ല, വെള്ളം ഉണ്ടാക്കുന്നത്. വെള്ളം ഉണ്ടാക്കണതോ? അതെങ്ങനെ? സാറിന് അറിയാലോ, H2O ആണല്ലോ. H2O ആണല്ലോ ഈ വെള്ളം. ഹൈഡ്രജന്റെ 2 ആറ്റവും ഓക്സിജന്റെ 1 ആറ്റവും. ഓക്സിജൻ നമ്മൾ ഒരുപാട് പേര് വലിച്ചെടുക്കുന്നതുകൊണ്ട് അന്തരീക്ഷത്തിൽ കുറവായിരിക്കും, പക്ഷെ ഒരെണ്ണം മതി. ഈ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ സാധനം ആകെ അമ്പലപ്പറമ്പിൽ ഈ ബലൂൺ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. 2 ഹൈഡ്രജൻ കൊടുക്കുക, 1 ഓക്സിജൻ എടുത്ത് കൂട്ടിക്കൊഴിച്ച് വെള്ളം ഉണ്ടാക്കി ഇഷ്ടംപോലെ നമുക്ക് വെള്ളത്തിന്റെ ആ ക്ഷാമകം മാറ്റി ബിസിനസ് തുടങ്ങാമല്ലോ. ഇതാണ് ഇവനെ പോലുള്ള ബിസിനസ് ഐഡിയയുടെ കുഴപ്പം. നമുക്കറിയാം, ഈ കമന്റ് അടിച്ചിട്ട് മാസാകാൻ വന്നവനെ ആസാക്കി വിടുന്ന കൂട്ടുകാരൻ. അപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ കുറെ നാൾ നാട്ടിലില്ലായിരുന്നു. പോയപ്പോഴത്തേക്കും അവൻ ഭയങ്കര താടിയൊക്കെ വെച്ചിട്ടായിരുന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്കും അവൻ മാസാവാൻ വേണ്ടിയിട്ട് താടിയൊക്കെ വെച്ച് നല്ല കൊമ്പം വീശ വെച്ച് ഇങ്ങനെ നടന്നു വരും. അപ്പൊ ഞങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഈ നടന്നു വരുന്നുണ്ട്, കൂട്ടത്തിലുള്ള എടുത്തും പറയുക, എടാ മിഥുനല്ലേടാ അവനെ? എടാ ഇതെന്നാടാ അവൻ? എടുത്ത് മീശയായിരുന്നു. ഞാനവിടുത്തെ ഈ വറുത്ത ചാള കടിച്ചു പിടിച്ചോണ്ട് വന്നാണ്. അപ്പൊ തന്നെ അവൻ ക്ലീൻ ഷേവ് പിടിച്ചു വന്നില്ല. മാസം വന്നവൻ ആസായി പോയ കേസാണ്. പിന്നെ ഒരു സുഹൃത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവന്റെ കൊളീഗാണ്. അവന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിടുത്തം കിട്ടത്തില്ല. ഈ നട്ടുച്ചയ്ക്ക് നിന്ന് കളിക്കും ക്രിക്കറ്റ്. വേർത്ത് വന്നിട്ട് ഉടനെ ഫ്രിഡ്ജിൽ വെള്ളം എടുത്തിട്ട് ഐസ് ക്യൂബ് ഇട്ട് കുടിക്കും. എന്നിട്ട് നേരെ ബാത്റൂമിൽ പോയിട്ട് ചൂടുവെള്ളം ചൂടാക്കി അതിൽ കുളിക്കും. എന്നിട്ട് നേരെ റൂമിൽ വന്നിട്ട് ഒരു 15 ഡിഗ്രിയിൽ ഇട്ടിട്ട് AC ഇട്ട് കിടന്നുറങ്ങും. ഇവന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവനോട് എന്ത് ചോദിച്ചാലും കൺഫ്യൂസ്ഡ് ആയിട്ട് വർത്താനം പറയും. ഒരു ദിവസം ഞങ്ങളൊരു മീറ്റിംഗിൽ ഇരിക്കുമ്പോഴത്തേക്കും വെൽ ഡ്രസ്ഡായിട്ട് വരുവാണ്. അപ്പൊ ഞാൻ പിന്നെ എടുത്തപ്പോഴത്തേക്കും ഇവന് പാൻറ്റിങ്ങിന് പൊക്കിയപ്പോഴത്തേക്കും 2 കമ്പനിയുടെ സോക്സ്. ഇപ്പൊ ഇവരോട് ചോദിച്ചെടുത്തുള്ള അത് 2 കമ്പനിയാണല്ലോ. അപ്പൊ അവൻ പറയാ കോബ്രാൻഡാണ്. ഇതെല്ലാം എൻ്റെ കൂട്ടുകാരന്മാരെ കുറിച്ചാണ്. ഈ കൂട്ടുകാരന്മാരെ കുറിച്ച് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എന്നെക്കുറിച്ചും പറയണമല്ലോ. പക്ഷേ എന്നെക്കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമുക്കറിയാം, എല്ലാം ഈ ശാസ്ത്രത്തിന്റെ പിൻബലമോ അല്ലെങ്കിൽ നിയമപരമായിട്ടോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ നിലയും വില ഉണ്ടാവുന്നാണല്ലോ പറയുന്നത്. പക്ഷെ ഞാനൊരു ശാസ്ത്ര പ്രതിഭാസം കൊണ്ട്, ആ ശാസ്ത്രത്തിലൊരു നിയമം അനുസരിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര ചീത്തപ്പേരുണ്ടായ സംഭവമാണ്. ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമായിരുന്നു. നിങ്ങൾക്കറിയില്ല, എനിക്ക് പൊക്കം കുറവാണ്. അതുകൊണ്ട് കണ്ടക്ടർ പറഞ്ഞു, നീ ഫ്രണ്ടിലേക്ക് കയറുന്നതാണ്. ഫ്രണ്ടിലേക്ക് കയറുന്നപ്പോഴത്തേക്കും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തിരക്കായിരുന്നു. ഒരു ചേച്ചിയുടെ മേത്ത് മുട്ടി. നേരെ ബസ് നിർത്തി. അവന്മാരെല്ലാം എന്നെ പിടിച്ചു നിർത്തി ഇടിക്കാൻ നോക്കി. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനൊന്നും ചെയ്തതല്ല, ഇതൊരു ശാസ്ത്ര പ്രതിഭാസമാണ്. ഇതിന്റെ പേരാണ് ലോ ഓഫ് ഇനേർഷ്യ, ജഡത്വ നിയമം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. അതായത്
സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്മേൽ വേറൊരു വസ്തു നിൽക്കുകയാണെന്ന് വെച്ചു. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ സഞ്ചരിക്കുന്ന ചലനാവസ്ഥയുള്ള വസ്തുവിന്റെ ചലനാവസ്ഥ നിശ്ചലാവുകയാണെന്നുണ്ടെങ്കിൽ ആ വസ്തു നിൽക്കും, പക്ഷെ ഇവിടെ നിൽക്കുന്ന വസ്തു നിൽക്കത്തില്ല. ഇതിനാണ് ജഡത്വം, ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. പക്ഷെ ആൾക്കാർ സമ്മതിച്ചില്ല, നാറ്റിച്ചു. ഇതിനാണ് പറയുന്നത് ശാസ്ത്രം ജയിച്ചു, മനുഷ്യനെ നാറ്റിച്ചു. മനീഷ് ഏട്ടാ എന്തുവായിരുന്നു ഇവിടെ? ഞാൻ ഒന്നും പറയുന്നില്ല. ആദ്യം ഏട്ടന്മാരെടുത്ത് നമുക്ക് ചോദിക്കാം. അല്ല നീ പറ എന്ത് മനസ്സിലായെന്നുള്ളത് പറ. ആന്നേ, ചുമ്മാ എല്ലാരോടും എനിക്കൊന്നും പറയാനില്ല, എനിക്കൊന്നും പറയാനില്ല. അതുപോലെ അല്ലെന്നേ. അല്ല, എനിക്ക് അമൃതയുടെ വായിന്ന് കേൾക്കാൻ തോന്നുന്നു. ഓ സ്വീറ്റ്. ഞാൻ വീണു. മനീഷ് ഗംഭീര പ്രകടനമായിരുന്നു. ആസ് യൂഷ്വൽ എപ്പോഴും മനീഷിൻ്റെതായ ചില വഴികൾ കണ്ടെത്തുകയും അതിലൂടെ എപ്പോഴും പുതിയ നർമ്മങ്ങൾ സ്റ്റേജിൽ കൊണ്ടു തരുന്ന ഒരാളാണ്. ഇത്തവണയും മനീഷിന്റെ പ്രകടനം അതിഗംഭീരമായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള കുറെ ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. അതിഗംഭീരമായി പറഞ്ഞു കേട്ടോ. മനീഷ താങ്ക് യു സർ. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ഈ പറഞ്ഞ പോലെ മനീഷ് ചെയ്തതിനകത്തൊരു ഒരു ഹാർഡ് വർക്ക് ഉണ്ട്, ഒരു ഹോംവർക്ക് ഉണ്ട്. അത് നമുക്കത് കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ ഒരാൾ വന്ന് ചെയ്യുന്നതിനപ്പുറം കുറെ പുതിയ കണ്ടെത്തലുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുതിയ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റി. ഒരു ക്ലാസ് നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ക്ലാസ് നിലനിർത്താൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും മനീഷിന് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരുപാട് ഗംഭീര പെർഫോമൻസുകൾ ചെയ്യാൻ പറ്റട്ടെ. അപ്പൊ സ്റ്റേജിൽ നിന്ന് വന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഫ്ലോറിൽ കണ്ടു. വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിക്കാൻ പറ്റി, അത് നല്ലോണം അവസാനിപ്പിക്കാൻ പറ്റി. അങ്ങനെയാണ് ഗണേഷിന്റെ പ്രകടനം. എന്തായാലും ഗംഭീരമായി. താങ്ക് യു. അപ്പം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട വരും റിസൾട്ട് അറിയാനായിട്ട്. ഓക്കെ, താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേട്ടാ. താങ്ക് യു. എന്റെ പൊന്ന് സാറ് മണത്തോടത്ത് മൂക്ക് വേദന എടുത്തിട്ട് വരില്ല, ഒരാളുടെ അടുത്തില്ല. അപ്പൊ ഇത് പോലീസിൽ അറിയിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ. അവരാകുമ്പോ പോലീസ് നായനെ കൊണ്ടുവന്നെങ്കിലും മണപ്പിക്കും. അല്ല ഞാൻ ചോദിക്കുന്നത്, അതെ നമ്മൾ പോലീസുകാരൊക്കെ വന്ന് ഫ്ലോറിൽ ഈ ഷൂട്ടിംഗ് തടസ്സപ്പെടും. സംഗതി എനിക്ക് മനസ്സിലായി, അതിന്റെ ഇത് മനസ്സിലായി. പക്ഷെ നിങ്ങൾക്കിപ്പം ഭാര്യക്ക് കൊടുക്കണം എന്നൊരു സാധനം ഉണ്ടെങ്കിൽ ഇത് നാട്ടിൽ കിട്ടണ കിളി രഘുനന്ദൻ. ആ രഘുനന്ദനെ നമുക്ക് നാട്ടിൽ കിട്ടൂലോ. അല്ല, ഈ രഘുനന്ദന് കിലോയ്ക്ക് എന്ത് വിലയുണ്ട്? നാട്ടിൽ കിട്ടുന്നത് വല്ലതും ക്വാളിറ്റി ഉള്ള സാധനമാണ്. നാട്ടിൽ കിട്ടുന്ന വല്ല സാധനത്തിനും ക്വാളിറ്റി ഉണ്ട്. സാറ് നാട്ടുകാരനല്ലേ? ഞാനീ നാട്ടുകാരനാണ്. അതാണ്. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ പറഞ്ഞ രഘുനന്ദൻ കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ? ഇത് ആദ്യം പച്ചരിക്കും, പിന്നെ കുറച്ച് ഇത് മഞ്ഞയും ചൊനയുണ്ടാവും. ചെറിയ എന്റെ പൊന്നു ചോദിച്ച ഒരു കാര്യം ചെയ്യും, ഇത്രയെങ്കിലും പറ. ഈ പറഞ്ഞ രഘുനന്ദനെ തിരിച്ചറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? മുഴുവനായിട്ട് കണ്ടാ എനിക്കറിയാൻ പറ്റും. മുഴുവനായിട്ട് നിങ്ങൾ കണ്ട? ആ, ഞാനല്ലേ കുളിപ്പിച്ച് റെഡിയാക്കി അവിടെ വെച്ചത്. കഴിഞ്ഞു വെച്ചല്ലേ എന്താ ചേട്ടാ? സാറ് ഇപ്പൊ ഈ സാധനം കണ്ടുപിടിക്കണ്ടേ? ഈ രഘുനന്ദനെ കണ്ടുപിടിക്കണ്ടേ നമുക്ക്? രഘുനന്ദനെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പോലീസിനെ ഞാൻ വിവരം അറിയിക്കും. പോലീസിനെ അറിയിക്കും സാറേ. അത് ഞാൻ CBI ഏൽപ്പിച്ചിട്ടാണെങ്കിൽ ഈ രഘുനന്ദനെ കണ്ടുപിടിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ. അതിന്റെ ഭാഷയാണത്. രഘുനന്ദൻ തിരോധാനം അന്വേഷണത്തിലൂടെ. A few moments later. എന്തിനാ സാറേ കിട്ടി, ആളെ കിട്ടി. ഒരു സെക്കൻഡ്. ചന്ദ്രേ, ആര്യൻ ഒന്ന് അകത്തേക്ക് കൊണ്ടു. എന്താ ചേട്ടാ പ്രശ്നം? ഇത്തിരി കഞ്ഞിയൊക്കെ എന്താ കുഴപ്പമില്ല? ഓക്കെ അല്ലേ? ഓക്കെയാണ്. എന്താണ് പട്ടി? നീ എന്റെ രഘുനന്ദനെ ചപ്പി ഇങ്ങനെയൊക്കെയല്ലേ? ഞാൻ എന്തൊരു കാശുകൊണ്ട് വേണ്ടിയാണെന്നറിയാമോ? വഴി കിടന്നു കിട്ടിയാണ്. വഴി കിടന്നെല്ലാം നീ നിന്നോ? നീ ഇവിടെ കിടന്ന് കറങ്ങാനായിട്ട് ഞാൻ വിചാരിച്ചാ നീ എടുത്തിട്ടുണ്ടാവുള്ളൂ. അയ്യോ, ഞാൻ വഴി കിടന്നു വാങ്ങുന്നല്ലേ? വഴി കിടന്നു കിട്ടിയാണ്. വഴി കിടന്നു കിട്ടിയാണെങ്കിൽ നമ്മുടെ രഘുനന്ദനല്ല. അതുകൊണ്ട് ഇവരെ പറഞ്ഞു വിട്, ആരെയും വിളിക്കും. അപ്പൊ ഞാനോ? നീ അടുത്ത കണ്ടസ്റ്റന്റിന് വിളിക്കും, പരിപാടി തുടങ്ങ്. ഞാൻ കണ്ടുപിടിക്കുന്നത് മൈ ജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ണിലെ അടുത്ത പെർഫോമൻസ് നമുക്ക് കാണാം. ജോസ് ഫ്രം തൃശൂർ. ഹലോ സാറ്. തൃശ്ശൂർ എവിടെയാണ് ജോസേ? തൃശ്ശൂര് ഞാൻ പുത്തൂരായിട്ട്. പുത്തൂരാ? പുത്തൂര് പള്ളിയുടെ അടുത്താണോ? ആ, പള്ളിയുടെ അടുത്തായിട്ട്. എന്റെ മൂത്തളീൻ എവിടെയാണ്? പള്ളിയാണ് അവരുടെ ഇടവക. അപ്പൊ എന്തായാലും അടിച്ച് പൊളിച്ചോണം കേട്ടോ. പൊളിക്കും. ജോസ് സ്ഥിരമായിട്ട് പൂരം കാണാൻ പോകാറുണ്ടോ? പൂര അങ്ങനെ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്.
അതിനൊക്കെ വലിയ അത്ര കൂട്ടത്തിലേക്ക് ഞാൻ പോവാറ്. ആ തൃശ്ശൂരുള്ളവര് ശരി കുറവാന്ന് തോന്നുന്നു. വരുന്നവരാ ഇത് കാണാൻ കൂടുതലായിട്ട് വരുന്നത്. പല സാധനം അങ്ങനെ തന്നെയാ അല്ലെ? എത്ര തവണ പൂരം കണ്ടിട്ടുണ്ടാവും? ഞാൻ 1-2 വട്ടമൊക്കെ ഫ്രണ്ട്സ് ഒക്കെ അത്ര നിർബന്ധിക്കും. തൃശ്ശൂരായിട്ട് 2 വട്ടേ പൂരം കണ്ടിട്ടുള്ളൂ. എനിക്ക് പേടിയാണോ? പേടിയല്ല, ആ. ഞാൻ കുറച്ച് Introvert ആണോ? അപ്പൊ ഞാൻ വലിയ തിരക്കിലോട്ട് ഞാൻ പോകാറില്ല. ഓ അതാണ് തിരക്കില്ലാത്ത ദിവസം ആ പൂരപ്പറമ്പിൽ പോയി നിൽക്കുമെന്ന് തോന്നുന്നു അല്ലേ? പൂരം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയി നിൽക്കാവുന്നതാണ് വേണമെന്നുണ്ടെങ്കില്. അതെ. വീട്ടിലാരൊക്കെ ഉണ്ട് ജോസേ? വീട്ടിലെ അപ്പനമ്മ ചേട്ടൻ ചേച്ചി 2 പേര് കല്യാണം കഴിഞ്ഞു. ഞാൻ സിംഗിളാണ്. ജോസിന്റെ ഈ പ്രായത്തിനോട് പ്രേമൊന്നും ഉണ്ടായിട്ടില്ലേ? ഇല്ല. ജോസേ പോട്ടെ, ഞങ്ങൾ ആരോടും പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞോ. ഇല്ല ആളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം പറഞ്ഞ അക്ഷരം പറ. ഇല്ല, വൺ സൈഡ് എങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലാണ്ട് തേപ്പ് ഇട്ടിട്ടുണ്ടോ? തേപ്പ് കിട്ടാൻ പ്രണയം വേണ്ടേ? ഓ ഒരു CBI ചോദ്യമായിരുന്നു. അല്ല, വൺ സൈഡ് മെൻഷൻ ചെയ്തു. അതാരാ? അവിടെ നിന്ന് ഇങ്ങോട്ടാണോ ഇവിടുന്ന് അങ്ങോട്ടേക്കാണോ? ഓബിയസ്ലി ഇവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും. 2 അങ്ങോട്ടും 2 ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. അപ്പൊ ഇല്ലെന്നൊന്നും പറയാൻ രണ്ടെണ്ണം പറ്റില്ല. ഇങ്ങോട്ട് വന്നത് എന്താ നീ വേണ്ടാന്ന് വെച്ചു? തിരക്കായിപ്പോ 2ആയിപ്പോ അല്ലേ? അല്ല, ഓരോ അങ്ങനെ പ്രത്യേകിച്ച് അതിന് ഇതാണ് പൂന്തോട്ടം, കാർ പോർച്ച് എല്ലാം കൂടെ വേണം താനും. വാടക 300 രൂപ ഉള്ളു താനും. അതുകൊണ്ടല്ല. ജോസിന്റെ ജോലി എന്താ? ഞാൻ ഡെലിവറി ബോയ് ആണ് സ്വിഗ്ഗിയില്. സൂപ്പർ. അപ്പം അടിച്ചുപൊളി. ഓക്കെ, അവസ്ഥ ഗംഭീരാക്കണം കേട്ടോ. അതായത് ഇത് ഈ പ്രകടനം കണ്ടിട്ട് ഏതൊക്കെയോ വീട്ടിൽ ടിവിക്ക് മുന്നിലിരിക്കുന്ന ഏതൊക്കെയോ ചില പെൺകുട്ടികൾക്ക് ജോസിനോടൊരു പ്രണയം തോന്നാം. തൃശ്ശൂരുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവര് സൂര്യ ടിവിയിൽ വിളിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ വന്ന ജോസേട്ടന്റെ നമ്പർ തരുമോ എന്ന് ചോദിക്കാനുള്ള സാഹചര്യം നീ ഉണ്ടാക്കണം. അല്ല, എനിക്കിപ്പോ അവന് ഇതില്ലാത്തോണ്ടാണ്. വീട്ടിലൊക്കെ ഇങ്ങനെ അന്വേഷിക്കണൊക്കെ ഉണ്ട്. അവര് എന്തൊരു മാട്രിമോണിയിലേക്ക് കൊടുത്തേ. എന്നിട്ട് പറഞ്ഞു സ്വിഗ്ഗിയാന്നൊക്കെ പറഞ്ഞു. അവര് കേട്ടത് CA എന്നാടാ. അപ്പൊ അവര് വിളിച്ചിട്ട് അമ്മേനൊക്കെ വിളിച്ചിട്ട് പറയാം ഡിഗ്രി പഠിച്ചൊരു പെൺകുട്ടിയുണ്ട് അതിന്റെ എന്നൊക്കെ. അവര് വിചാരിക്കുന്നത് CA. ശരിക്കും ഏതുവരെ പഠിച്ചു? ഞാൻ ഡിഗ്രി ഫസ്റ്റ് അത് കഴിഞ്ഞപ്പോ കൊറോണ ഡിഗ്രിക്ക് സെം ഒക്കെ ഉണ്ടോ? ഫസ്റ്റ് കഴിഞ്ഞപ്പോ ഞാൻ പാസ്സായി. സെമ്മുണ്ട്. അതെങ്ങനെ 3 ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ നിങ്ങളിപ്പോ? അതല്ല, ഫസ്റ്റ് ഇയറിൽ തന്നെ 2 ഉണ്ട്. ഞാനൊക്കെ പഠിക്കുമ്പോഴേ ഡിഗ്രിക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നോ? സെം ഒക്കെ ഉണ്ടായിരുന്നോ? ആ കാലഘട്ടത്തിലുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആ കാലത്തില്ല. എന്തോ ആ കാലഘട്ടത്തിലുള്ള ആരെങ്കിലും ഇവിടെ ഇപ്പൊ ഉണ്ടോ? അല്ല, നമ്മള് സ്കൂള് വിദ്യാഭ്യാസം എന്നൊക്കെ എടുത്തു കാരണം ബേബി സാർ എനിക്ക് കുറച്ചു നേരം മിണ്ടാൻ സാധ്യതയില്ല. ബേബി സാറ് പഴയ ആൽബർട്സിലെ ഡിഗ്രിക്കാരനാ കേട്ടോ. ആ ബേബി സാർ ആളവിടുത്തെ ഭയങ്കര, എനിക്ക് ഓർമ്മയുണ്ട് ബേബി സാറിനെ പറ്റിയൊക്കെ അന്ന് അവിടെ ഓരോ പിള്ളേരൊക്കെ പറയുന്നത്. ഭിത്തിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ പേര്? പ്രിൻസിപ്പൽമാരുടെ കൂട്ടത്തില് ഒരു എഴുതി വെച്ചിട്ടുണ്ട്. റിട്ടയർ ആയ പ്രിൻസിപ്പൽമാരുടെ കൂട്ടത്തിൽ ബേബി സാറിന്റെ ഫോട്ടോ ഉണ്ട് അവിടെ ഓഫീസ് മുറിയിൽ വെച്ചിട്ടുണ്ട്. അതെല്ലേ? കുറെ സ്ഥലത്തുണ്ട്. കസബ സ്റ്റേഷനിലൊക്കെ ഉണ്ട്. ഇവരെ സൂക്ഷിക്കുക എന്നുള്ള ലിസ്റ്റിലും വച്ചിട്ടുണ്ട്. ജോസേ, തുടങ്ങിയാലോ? തുടങ്ങാം. ഓക്കെ, അപ്പൊ പൊളിക്കട്ടാ. ശരി. ഓക്കെ. നമസ്കാരം ഗൈസ്. ഞാൻ നിങ്ങളോട് ചിരിപ്പിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയനെ പറ്റി പറഞ്ഞിട്ടാണ്. ആരേച്ചി ജസ്റ്റ് സോഷ്യൽ മീഡിയ തിങ്സ് ഇന്ന്. രമേശ് ചേട്ടാ, ഐ ആം ബാക്ക്. ഞാൻ പിറകില്. ഹായ് ഗേൾസ്. നമ്മുടെ ഈ കാലത്തില് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവര് വളരെ വിരളാണ് അല്ലേ? അല്ലേ? അതെ. ആണെങ്കിൽ വാദം പറ. എന്താ മിണ്ടാണ്ടിരിക്കുന്നേ? പറ. ആണ് ഷാൻ ചേട്ടാ. നമ്മളൊന്ന് വൈറലാവാനും പിന്നെ എയറിലാവാനും ഇപ്പൊ സോഷ്യൽ മീഡിയ തന്നെ വേണം നമുക്ക്. ഓരോ വെള്ളിയാഴ്ച ഉണ്ടല്ലോ ഓരോ സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാറുകൾ പിറവിടിക്കപ്പെടുന്നുണ്ട്. അവരെല്ലാം കമന്റ് ബോക്സ് പോയിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു കമന്റും കാണാം. എ ന്യൂ സ്റ്റാർ ഈസ് റൈസ്ഡ്. ഒരു പുതിയ നക്ഷത്രം അരി വറുത്തൂന്ന്. അത്രേ ഉള്ളോ? രമേശ് ചേട്ടാ, എനിക്കൊരു സുഹൃത്തുണ്ട് കേട്ടാ. അവൻ ഭയങ്കര സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആണ്. അവന് ടോയ്ലറ്റ് പോകണമെങ്കിൽ അവരെ കയ്യില് ഫോം വേണം. ഒരു കയ്യിൽ ഇൻസ്റ്റാ ഫീഡ്, മറു കയ്യില് കാജാ പീടി. അതാണ് അവന്റെ സ്റ്റൈല്. എന്താലേ, അവനിപ്പോ പബ്ലിക് പ്ലേസിലൊന്നും ഫോൺ എടുത്ത് നോക്കാറില്ല കേട്ടാ. കാരണം ഫോൺ എടുത്ത് നോക്കി അപ്പൊ അവന് ടോയ്ലറ്റ് പോയി മുട്ടും. വേറെ കിടന്ന് ഗുളുഗുളടിക്കേ. അതൊരു ബയോളജിക്കൽ ഡിസോർഡർ ആണെന്നാണ് പറയുന്നത്. അതിന്റെ പേര് ആരെച്ചിക്ക് അറിയോ? ഇല്ല, എനിക്കറിയില്ല. നന്നായി. പേരാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയില് വീഡിയോ ഇടുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മണി മേക്കിംഗ് ആണ്. അതൊരു ഗ്രീനറി ട്രൂത്ത് ആണ്, പച്ചയായി സത്യം. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയില് വീഡിയോസ് ഇട്ടിട്ട് പൈസ ഉണ്ടാക്കാന്ന് മനസ്സിലായ എന്റെ ഒരു സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്താ കണ്ടന്റ്? ഫാമിലി വ്ളോഗ്. അതാകുമ്പോ ഇഷ്ടം പോലെ ഉണ്ടല്ലോ കണ്ടന്റ്. എവിടെ? വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ. അപ്പൊ ഇവൻ വീഡിയോസ് ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി.
ഇവന് വീഡിയോസ് ഇടുമ്പോ ഒരൊറ്റ മൈൻഡ് സെറ്റ് ഉള്ളോട്ടാ, സാധനം എങ്ങനെ പോയാലും ട്രെൻഡിങ് അടിക്കണം. അതിപ്പോ വീട്ടിൽ വെറുതെ ഇരിക്കണ അപ്പച്ചന്റെ മണ്ടക്കിട്ട് അടിച്ചിട്ടായാലും ശരി, പെങ്ങളെ കുറിച്ച് അവാദം പറഞ്ഞിട്ടായാലും ശരി, ഭാര്യയ്ക്ക് അഹിതണ്ടെന്ന് പറഞ്ഞിട്ടായാലും ശരി, ട്രെൻഡിങ് വന്ന് അത് നിർബന്ധ. ഇപ്പം പറയണതേ ട്രെൻഡിങ് അടിച്ചില്ലെങ്കിൽ അത് വീട്ടുകാർക്ക് നാണക്കേടാണ്. ഏത് കുടുംബത്തിന് നിങ്ങളെ പറ്റി അബോധം പറഞ്ഞു പറ്റി നാണക്കേട് ഉണ്ടാക്കിയിട്ടാണ് ഇവന് ട്രെൻഡിങ് അടിക്കാത്ത. എന്റെ അപ്പനോട് ചോദിച്ചപ്പോ എന്റെ അപ്പൻ എന്താ പറഞ്ഞറിയോ, ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ നാണക്കേട് ആ ഗുരുത്തം കൊട്ടാനാന്ന്. നാണം കെട്ടും ട്രെൻഡിങ് ആയിടൂ. ട്രെൻഡിങ് ആ നാണക്കേടെ മാറ്റിയിടുന്നാണല്ലോ ന്യൂ റംബൂട്ടാൻ ചൊല്ല്. രമേശേട്ടാ ബനാന ചൊല്ലിനൊക്കെ കില്ലിയത് കളഞ്ഞോട്ടാ. ഇപ്പൊ റംബൂട്ടാൻ ചൊല്ലാണ് ട്രെൻഡിങ്. ടേസ്റ്റ് രുചികരം. രമേശേട്ട വീട്ടുണ്ടായിട്ടാ രുചി. ഇവനൊരു ദിവസേ റോഡിലൂടെ നടന്നു പോർന്നു. അപ്പൊ ഒരു യാചകൻ ചേട്ടനെ കണ്ട്. ആള് മറ്റേ നല്ല കട്ടത്താടി മറ്റേ ജട പിടിച്ച മുടിയൊക്കെ അടിച്ച് കീറി പറഞ്ഞ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു യാചകൻ ചേട്ടൻ. അപ്പൊ ഇവനെ കൊണ്ടുപോയിട്ട് ആളെ മുടിയും താടിയൊക്കെ വെട്ടിക്കളഞ്ഞ് ആളെ കീറി പറഞ്ഞ ഷർട്ടൊക്കെ കളഞ്ഞ് ആളെ നല്ല കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടപ്പനാക്കി നമ്മുടെ രമേശ് ചേട്ടനെ പോലെ ഒരു നല്ലൊരു മോഡലാക്കി മാറ്റി. എന്നിട്ട് അവൻ ആളുടെ കുറെ ഫോട്ടോസൊക്കെ എടുത്ത് ഒരു 500 രൂപ ആളെ പോക്കറ്റിൽ വെച്ചു കൊടുത്ത് ആളെ തോളത്ത് തട്ടി ആളെ പറഞ്ഞു വിട്ട്. എന്നിട്ട് ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ രമേശ് ചേട്ടാ, ഒരു വീഡിയോ ആയിട്ട് അങ്ങോട്ട് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട്. വീഡിയോ റോക്കറ്റ് കുട്ടി പോലെ എന്ന് പറഞ്ഞിട്ട് അതിരടിച്ച് കയറി. അതുവഴി അവൻ കുറെ ഇന്റർവ്യൂകളും കുറെ പൈസയും സമ്പാദിച്ച്. പക്ഷെ റെഡിക്കും പെട്ടുപോയത് നമ്മുടെ യാചകൻ ചേട്ടനാണ്. കാരണം ആളുടെ താടി മുടിയും പോയോണ്ട് ആൾക്ക് ഇനി യാചിക്കാനും പറ്റില്ല, ആരും പൈസയും കൊടുക്കില്ല, ആരിട്ട് മോഡലിങ്ങിന് ഇട്ട് വിളിച്ചതുമില്ല. ഇപ്പോഴാണ് അങ്ങേ റെഡിക്കും പിച്ചക്കാരനായി മാറിയത്. അല്ല അവൻ മാറ്റിയത് ജസ്റ്റ് സോഷ്യൽ മീഡിയ തിങ്സ്. ഷാൻ ചേട്ടാ, നമ്മുടെയൊക്കെ കുടുംബാംഗങ്ങളുടെ പേരുള്ളത് എവിടെയാ? റേഷൻ കാർഡില് അല്ലെ? പക്ഷെ ഇവന്റെ ഒക്കെ കുടുംബാംഗങ്ങളുടെ പേരുള്ള എവിടെയാന്നറിയോ? യൂട്യൂബ് ചാനല്. എല്ലാ കുടുംബാംഗങ്ങളുടെ പേരിലും ഓരോ യൂട്യൂബ് ചാനൽ വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ കുടുംബാംഗങ്ങളും ചേർന്നിട്ട് ഒരു ഫാമിലി യൂട്യൂബ് ചാനലും പേര് സകുടുംബം ഞങ്ങൾ. ഇനി ഈ ചാനലിന്റെ റീച്ച് അതിനും കുറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അപ്പൊ തന്നെ അവന്റെ ഭാര്യനെ പ്രഗ്നന്റ് ആക്കും. ബേബി സാറിന് ഉദ്ദേശിച്ചല്ല കേട്ടോ. അപ്പൊ തന്നെ അവന്റെ ഭാര്യനെ പ്രഗ്നന്റ് ആക്കും. പിന്നെ ആ പെണ്ണിന്റെ ഛർദിയിലോട്ട് പ്രസവിക്കല് വരെ കണ്ടന്റോട് കണ്ടന്റ് ആയിരിക്കും. പെണ്ണിന്റെ വയറൊന്ന് കൂടുന്നതിനനുസരിച്ച് ബാങ്ക് ബാലൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ കൊച്ചൊന്നുണ്ടായി, കൊച്ചൊന്ന് വളർന്ന് റീച്ച് ഒന്ന് അങ്ങോട്ട് കുറയപ്പോ അപ്പൊ തന്നെ ഇവന്റെ ഭാര്യനെ വീണ്ടും പ്രഗ്നന്റ് ആക്കും. ഇപ്പൊ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കൊച്ചിനുണ്ടാക്കുന്നത്. ജസ്റ്റ് സോഷ്യൽ മീഡിയ തിങ്സ്. ഇപ്പൊ നമ്മുടെയൊക്കെ ഇപ്പൊ ആര്യചേച്ചിക്ക് പ്രഗ്നന്റ് ആയിരിക്കല്ലോ. അപ്പൊ ആര്യചേച്ചിയുടെ ആവലാതി എന്ന് പറയണത് കൊച്ചുണ്ടായി കഴിഞ്ഞാൽ കൊച്ചിന് എന്ത് പേരിടുന്നായിരുന്നു. പക്ഷെ ഇവന്റെ ഏറ്റവും വലിയ ആവലാതി എന്താണെന്നറിയോ? ഇവനൊരു ആൺകുട്ടി ഉണ്ടായിപ്പോ എന്റെ കൊച്ചിന്റെ ഇൻസ്റ്റാഗ്രാം വഴിക്ക് ഞാൻ എന്താ പേരിടാന്ന്. ഓരോരോ ആവലാതികള്. ഇവനെന്നിട്ട് ഇൻസ്റ്റാഗ്രാമില് ഇതൊരു പോസ്റ്റ് ആയിട്ട് ഇട്ടുട്ടാ, എന്റെ കൊച്ചിറക്കന്റെ ഇൻസ്റ്റാഗ്രാം വഴിക്ക് ഞാൻ എന്ത് നെയിമാണ് ഇടണ്ടേന്ന്. 2-3 ഓപ്ഷനും കൊടുത്തു. ഓപ്ഷൻ എ റോക്കറ്റ് ബോയ്, ഓപ്ഷൻ ബി ഡ്രാഗൺ കിഡ്, ഓപ്ഷൻ സി കോക്കനട്ട് ഹെഡ് സൺ എന്ന് പറഞ്ഞിട്ട്. കോക്കനട്ട് ഹെഡ് സണ്ണിനാണ് ഏറ്റവും കൂടുതൽ പോള് കിട്ടിയത് തേങ്ങാത്തലേന്റെ മോൻ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാട്ടെ, കിട്ടാനൊന്നും പോണില്ല. അപ്പൊ ഇത്രയൊക്കെ അപരാധങ്ങള് ഇവൻ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടിയിട്ടും ഇവനൊരു സോഷ്യൽ മീഡിയയിൽ സൂപ്പർ സ്റ്റാർഡം പടുത്ത് കിട്ടുന്നില്ല. ആ കൂടി കിട്ടുന്നത് ഇവന് എന്ന് പറഞ്ഞിട്ടാട്ടും എന്ന് പറഞ്ഞ തുപ്പാണ്. ഒരു തൂഫാൻ ഇടിമിന്നലിന്നു തൊളയിട്ടവനെ തൂഫാൻ. ഇവനാകതിലെ വിഷമടിച്ചിട്ട് ഒരു ദിവസം എന്റെ അടുത്ത് വന്നിട്ട് പരാതി പറഞ്ഞു. എടാ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു സൂപ്പർ സ്റ്റാർ പദവി കിട്ടുന്നില്ലടാ, ഞാൻ എന്താ ചെയ്യണ്ടേന്ന്. ഒരു പ്രാന്തമായ ആവേശത്തോടെ ആട്ടാ അവനത് എന്നോട് പറഞ്ഞത്. അവന് ചെറിയ പ്രാന്തുണ്ട്. അങ്ങനെ ആ മെന്റലിന്റെ ഒരു മെന്ററായിട്ട് ഞാൻ മാറി. ഞാൻ അവനോട് ചോദിച്ചേ, എടാ നിനക്കൊക്കെ എന്തേലും കഴിവുണ്ടാ? ആടാൻ, പാടാൻ, ഓടാൻ, ചാടാൻ, നീന്താൻ എന്തെങ്കിലും കഴിവ്? അപ്പൊ രമേശ് ചേട്ടാ ധർമ്മജൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ നടണ്ടല്ലോ, ആള് മൈ ബോസിൽ പറഞ്ഞ പോലെ അവൻ പറയാ, മേൽ പറഞ്ഞ കഴിവുകളൊന്നും എനിക്കില്ലാന്ന്. എന്താ ചെയ്യാ, ഒരു കഴിവില്ലാത്തൊരു സ്കിൽ വേറി. അങ്ങനെ ആ സ്കിൽ വേറിയുടെ കഴിവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ അവനും കൂടിയിട്ടൊരു ചായ കുടിക്കാൻ പോയി. ഷാൻ ചേട്ടാ, യുവാക്കളുടെ ബിസിനസ് അടികൾ ഉടലെടുക്കുന്നത് ഓരോ ചായക്കടകളുടെ മുമ്പിൽ വെച്ചാണല്ലോ. അങ്ങനെ ഞാൻ അവനും കൂടി ഒരു ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു കാറ് എന്ന് പറഞ്ഞു വന്ന് അവിടെയുള്ള ചെളിവെള്ളം എന്ന് പറഞ്ഞ് തെറിപ്പിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്കാണ്. ചെളിവെള്ളം വന്ന് തെറിച്ചു വീണതേ എന്റെ പകുതി കുടിച്ച പാൽച്ചായയുടെ ഉള്ളിലേക്ക്. ഞാൻ ആ ചായ ഗ്ലാസ് കളഞ്ഞില്ല, കാരണം പാൽച്ചായക്കും ചെളിവെള്ളത്തിനും ഒരേ കളറായിരുന്നു. ഞാനൊന്ന് വിരലോണ്ട് എടുത്തിട്ട് ഒന്ന് കുടിച്ചു നോക്കി. ഒരു വ്യത്യസ്തമായ രുചി, നല്ല ടേസ്റ്റ് ഉണ്ട്.
ഞാൻ ആ കാറുകാരനോട് ദേഷ്യപ്പെടാനൊന്നും പോയില്ല. കാരണം എന്തിനാ ചേച്ചി ദേഷ്യപ്പെട്ടിട്ട്? ഞാൻ അനാഥനാണ്, പക്ഷെ ഗുണ്ടയല്ല. ഐ ആം പീസ്. ഞാൻ തുണ്ടാണ്. പക്ഷെ അവൻ തുണ്ടാർന്നില്ല. അവന്റെ കയ്യിലിരുന്ന ചായ ഗ്ലാസ് എടുത്ത് കാറുകാരന്റെ നേരെ ഒറ്റേറാണ്. എന്നിട്ട് അവിടെ നിന്നിട്ട് പൂരത്തെറി. തെറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ, പച്ചത്തെറി, യെല്ലോ തെറി, ചുമലത്തെറി, ബ്ലൂ തെറി, അങ്ങനെ വിവിധ വർണ്ണങ്ങളിൽ മഴവില്ലഴകിൽ തെറിമ. ഈ തെറി കേട്ടപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടാ. ഞാൻ അവനോട് ചെന്ന് പറഞ്ഞ്, എടാ സ്കിൽ വേറെ ഇത്ര നല്ല കഴിവ് നിന്റെ നാക്കിൽ ഉണ്ടായിട്ടാണെന്ന് എനിക്കൊരു കഴിവില്ല എന്ന് പറഞ്ഞേ. നിന്റെ നാക്കിൽ കിടന്ന് സരസ്വതി ഡിസ്കോ ഡാൻസ് കളിക്കണ്ടാ. നീ ഒരു കാര്യം ചെയ്യേ, നിന്റെ യൂട്യൂബ് ചാനൽ എടുക്ക, ഒരു ലൈവ് ഇടുക, തെറി അങ്ങോട്ട് വിളിക്കുക. കാണുന്നവരും വരുന്നവരും പോണവരും നിൽക്കുന്നവരും ലേക്ക് അടിക്കുന്നവർ കമന്റ് അടിക്കുന്നവരൊക്കെ അങ്ങോട്ട് തെറി വിളിക്കുക. നീ നാളെ ഒരു സൂപ്പർ സ്റ്റാർ ആവടാ, എനിക്ക് ഉറപ്പുണ്ടെന്ന്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൻ ചെയ്ത്. ഇന്ന് അവൻ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആണ് സുഹൃത്തുക്കളെ. സൂപ്പർ സ്റ്റാറിനെ കൈയടിക്കുക. തെറിയൻ സ്റ്റാർ. ഇന്ന് അവനെ 1 ലക്ഷമാണ് ഒരു തെറിക്ക് വാങ്ങുന്നത്. ജസ്റ്റ് സോഷ്യൽ മീഡിയ തിങ്സ്. ഇന്ന് ആരേച്ചി ഇപ്പത്തെ അവന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്താണെന്നറിയോ? തെറിയിൽ മാത്രം ഫെഷ്, തെറിയിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ട് അവനൊരു PhD ഡോക്ടറേറ്റ് എടുക്കണം എന്നാണ്. അതവന് സാധിക്കും. കാരണം അമ്മാതിരി വെറൈറ്റി തെറികളെല്ലാം വിളിക്കണത്. ഞാൻ അവന്റെ ചാനലൊന്നും കാണാറില്ല കേട്ടാ. കാരണം അത്രയും തെറിയാക്കാനുള്ള കപ്പാസിറ്റി എന്റെ ഈ കുഞ്ഞു ശരീരത്തിനും പിഞ്ചു മനസ്സിനും ഇല്ല. ഞാനൊരു മൂവി ലവറാണ്, രമേശേട്ടൻ അറിയാലോ. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് കാണാറുള്ളത് സിനിമകളാണ്. ഞാൻ കൂടുതൽ റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുള്ള മൈ ഫേവറേറ്റ് മൂവീസ് ചുരുളി, തങ്കഞ്ചേട്ടന്റെ മുന്തിരിങ്ങ. ഇത്ര നേരം ഞാൻ ഇവിടെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായ? മക്കളെ, ഞാനാണ് ജൊങ്കൻ. രമേശേട്ടന്റെ പറമ്പിലെ സ്റ്റാൻഡപ്പ് ചെയ്യാൻ വന്നതാ. രമേശേട്ടാ, ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ ഐ എം ബാക്ക് എന്ന്. ലിറ്ററലി ഐ എം സെഡ് ഐ എം ബാക്ക് ബേബി സാർ, ഐ എം ബാക്ക്. നമസ്കാരം, മൈ നെയിം ഇസ് ജോസ്. മൈ സ്റ്റാൻഡപ്പ് ഈസ് ക്ലോസ്. സൈനിങ് ഓഫ്. താങ്ക് യു. സോഷ്യൽ മീഡിയ തിങ്സ്. നേരത്തെ പോയപ്പോ ഒരു കുഞ്ഞൊരു പൂച്ചക്കുട്ടി നിന്ന് സംസാരിക്കുന്ന പോലെ ഒരു ഫീൽ എനിക്ക് കിട്ടിയത്. എന്തൊട്ട് സെറ്റപ്പിന്റെ കേടിയേ. എന്ത് രസമായിട്ട് പെർഫോം ചെയ്തത്. തട്ടിക്കേറിയപ്പോ മട്ടുമാറി. അതാണ് ചേച്ചി. ഗേൾ ഫ്രണ്ട് ഇല്ല, കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ പരാതിയായിരുന്നില്ലേ? ഈ എപ്പിസോഡ് ഒന്ന് വന്നോട്ടെ. ക്യൂ ആയിരിക്കും. എനിക്ക് ജോസേട്ടനെ മതി, എനിക്ക് ജോസേട്ടനെ മതി. ഇല്ലെങ്കിൽ എന്റെ പേര് മാറ്റിയിട്ടോ. അയ്യോ ചേട്ടാ, ജോസേ ഗംഭീരായിരുന്നു. ജോസ് ഈ ബാക്കിയുള്ളവനെയൊക്കെ കുറ്റം പറഞ്ഞത്, ഈ ജോസ് ഒരു സോഷ്യൽ മീഡിയ ജീവിയാണ്. സോഷ്യൽ മീഡിയയിലെ ചെറിയ ചെറിയ ചലനങ്ങൾ പോലും ജോസ് അപ്രൂവ് ചെയ്തിട്ടാണ് വരുന്നത്. ബാക്കിയുള്ളവർക്ക് കിട്ടുന്നത് അതുപോലെ അതിന്റെ വാക്കുകളും കാര്യങ്ങളും പുതിയ പുതിയ കാര്യങ്ങളും റംബൂട്ടാൻ ചൊല്ലുകളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ജോസിന്റെ ഒരു ഈ ശൈലി തന്നെ ഇംഗ്ലീഷും മലയാളവും അല്ലാത്ത ചില കോമ്പിനേഷനുകൾ ഉണ്ടാക്കിയിട്ടും അതിനൊരു ഈണവും താളമൊക്കെ വെച്ചിട്ടും ഒക്കെ ചെയ്യുന്ന ഒരു ശൈലിയാണ് ജോസിൻ്റെത്. കുറേ നല്ല തമാശകൾ ഉണ്ടായിരുന്നു. ആൾക്കാരിപ്പോ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയില് തെറി പറയുന്നതൊക്കെ എന്തൊരു വരുമാനമുള്ള കേസാന്നറിയാവോ? ചിലപ്പോ നമുക്കൊക്കെ തോന്നും അങ്ങനെ ഒരു ദിവസം അങ്ങ് തുടങ്ങിയാലോ ഒരു ചാനൽ എന്നുള്ളത്. വേറൊരു വഴിയില്ലാഞ്ഞിട്ടാണ്. ഞാനൊരു ഡോക്ടറെ കണ്ട് ഈ പ്രശ്നം പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു, നമുക്ക് ഈ നാട്ടുകാർക്ക് നമ്മളെ എന്തുവേണേലും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യാലോ, നമ്മൾ തിരിച്ചു പറഞ്ഞാൽ വലിയ വിവാദമാവും, നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ചില മരിച്ച വീട്ടിൽ പോകുമ്പോൾ പോലും സെൽഫി എടുക്കാനൊക്കെ ആൾക്കാർ നമ്മൾ ഭയങ്കര മൂഡ് ഔട്ട് ആയിട്ടിരിക്കും. നമ്മൾ ചിലപ്പോൾ കൈ തട്ടി മാറ്റും. ഇത് മരിച്ച വീടാണെന്നുള്ളതൊന്നും വേറെ ആരും അറിയില്ല. ഈ തുണ്ട് മാത്രം വന്നാലും നമ്മൾ ചീത്തയാക്കണമല്ലോ. അപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അവസാനം ഈ ബോക്സർമാരുടെ ഒക്കെ വീട്ടിൽ ഇടിക്കണ ഒരു ബാഗില്ലേ, അത് ഞാൻ മേടിച്ച് വീട്ടിൽ തൂക്കിയിട്ടേക്കുവാ. ഓരോരുത്തരുടെ പേരിട്ടിട്ട് കൊടുക്കുക ഞാൻ രാവിലെ. വേറെ വേറെ നമുക്ക് അത് ഭയങ്കര റിലാക്സാ. ബാഗിനിട്ട് കൊടുക്കും. ഒരു ദിവസം അങ്ങ് പേരിട്ടുന്നു, ഇടിക്കുന്നു, നല്ല ഫ്രീ, മനസ്സ് ഫ്രീ ആക്കുക എന്ന് പറയുന്ന പരിപാടി ചെയ്യും. പിന്നെ വേറൊരു പഠനമുള്ളത്, ഈ സോഷ്യൽ മീഡിയ കിടന്ന് തെറി വിളിക്കുന്നതുകൊണ്ട് സമൂഹത്തിൽ അടി കുറവുണ്ടെന്ന് പറയുന്നവരും ഉണ്ട്. അല്ലെങ്കിൽ ഈ ഫ്രസ്ട്രേഷൻ മുഴുവൻ അക്രമമായിട്ട് റോട്ടിൽ കണ്ടേനെ. ഇത് ആരുടെയൊക്കെ മറ്റേ അതിപനിൽ ആരേട്ടൻ പറയുന്ന പോലെ ആരുടെ തന്തയ്ക്ക് വിളിച്ചപ്പോ എനിക്കൊരു സുഖം എന്ന് പറഞ്ഞ പോലെ ഒരു സുഖം വല്ലവന്റെ കയറി വിളിക്കുന്നതിന് അത് ചെയ്യുന്നുണ്ട്. ആ വിഷയങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. സൂപ്പറായി കേട്ടോ. താങ്ക് യു ചേട്ടാ. ജോസേ പൊളിച്ചൂട്ടാ. താങ്ക് യു. അടിപൊളിയായിരുന്നു. താങ്ക് യു. ജോസ് ഇൻട്രോവേർട്ടാന്ന് ആരാണ് പറയുന്നത്? അല്ല, ഞാൻ സ്റ്റേജ് കയറി കഴിഞ്ഞാ കുറച്ച് ഇതാണ്. എന്ത് രസമായിട്ടാണ് ജോസ്. സാധാരണ നമ്മൾ ഇവിടെ എല്ലാരും വരുമ്പം സംസാരിക്കുന്നത് ഒരു ശൈലിയില്, അവരാ പെർഫോം ചെയ്ത് തുടങ്ങുമ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ശൈലിയുണ്ട്. അതായിരിക്കും വരുന്നത്. അതായത് എല്ലാവരും സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുമ്പം വരുന്ന ഒരു ശൈലിയുണ്ട്, ആരെയെങ്കിലും കണ്ടുപിടിച്ചിട്ട്. ജോസ് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം സ്വിച്ച് ഇട്ട പോലെ വേറൊരാളായി മാറുകയായിരുന്നു. ആ ആള് അടിപൊളിയായിരുന്നു. സൂപ്പർ ആയിരുന്നു.
ആ യാചകൻ ചേട്ടനെ കേട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും ചിരിച്ച് തലതല്ലി പോയി. യാചകൻ ചേട്ടൻ അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. നല്ല നല്ല പ്രസന്റേഷൻ, നല്ല ലാംഗ്വേജ്, നല്ല ഫ്ലോ, എല്ലാം കൊണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നമ്മുടെ ജോസിന്റെ പെർഫോമൻസ് കണ്ടോണ്ടിരിക്കുന്നത്. ഇനി ഗംഭീരമായിട്ട് ഒരുപാട് പെർഫോമൻസ് ഇതുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സ്പീഡിലാണ് പോയെങ്കിലും ലെജിബിൾ ആയിരുന്നു, എല്ലാം മനസ്സിലാവുന്ന രീതിയിലായിരുന്നു സോഷ്യൽ മീഡിയനെ അവതരിപ്പിച്ചത്. വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആണോ? ആര് ഞാനാ? ആ, അല്ല, സോഷ്യൽ മീഡിയ നോക്കാറുണ്ട്. കാരണം ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. അതാ പെർഫോമൻസ് എന്ന് മനസ്സിലായി. സത്യം പറഞ്ഞ കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞില്ലേ, അത് ജോസ് തന്നെയാണ്. ഭയങ്കര ലേറ്റസ്റ്റ് കാര്യങ്ങൾ വരെ ഇപ്പൊ എടുത്തിട്ടിട്ടുണ്ട്. പക്ഷെ നല്ല കണ്ടന്റ് ഇടുന്ന നല്ല യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അവരുടെയൊക്കെ ചാനൽ ഇടയ്ക്കിടയ്ക്ക് എന്ന് ഒരു യൂട്യൂബർ ഒപ്പ് എന്റെ യൂട്യൂബ് ചാനൽ നോക്കും. നല്ല ഫാമിലി കണ്ടന്റുകൾ മാത്രമേ ഇതിനകത്തുള്ളൂ. എന്താ പേര്? മോം സന്നി അമൃത നായർ. ഓക്കെ, ദൈവത്തിന് അടുത്ത പ്രാവശ്യം പുള്ളിക്കാരൻ കണ്ടിട്ട് അതിനെതിരെ വരും. കണ്ട ഞാൻ പറയാൻ പോകുന്നത് മോംസാൻ അമൃതയെ പറ്റിയാണെന്ന് പറഞ്ഞിട്ട് ഒരടുത്ത. താങ്ക് യു സോ മച്ച്. നമുക്കപ്പം കാണാം. രമേശ് ചേട്ടാ, അപ്പൊ ഇന്നത്തെ വിന്നേഴ്സ് ആരാന്ന് കണ്ടുപിടിക്കണ്ടേ? സാറേ, ജഗതന്ത്രം കിട്ടിയില്ല. ഇപ്പൊ എന്താ ചെയ്യണെന്ന്? അതെ, ആരൊക്കെ ഈ കാര്യമൊന്ന് ഉഷാരോട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? അതെ, മേഡത്തിന് വിഷമിപ്പിക്കാറാണ് കേട്ടോ പറയാന്. ടെൻഷൻ ടെൻഷൻ അടിപ്പിക്കരുതേ. ഒന്ന് ലോലമായിട്ടൊന്ന് അതെ സോൾവ് ആക്കിയതൊന്നും. എന്താ പ്രശ്നം? എന്താ ചേട്ടാ? അതായത് ആര്യയെ, ബേബി സാറിന് നിങ്ങളോട് വലിയ ഇഷ്ടമാണ്. നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണ് ബേബി സാർ. ജീവിതം നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ തരും. അതിലെന്ത് കേട്ടാലും നമ്മൾ ടെൻഷൻ അടിക്കാതെ, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ കൂളായിട്ട് ആ വാർത്തയെ കേൾക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ടെൻഷൻ അടിക്കരുത്. ബേബി സാറ് നിങ്ങൾക്ക് വേണ്ടി അന്റാർട്ടിക്ക എന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരു മാങ്ങ ഉണ്ടായിരുന്നു. ആ മാങ്ങ ഞാൻ തിന്നു. നീ തിന്ന? എടി, ഇവിടെ CBI വരെ വന്നാനെ ആ സാധനം അന്വേഷിക്കാനായിട്ട്. അപ്പോ രഘുനന്ദന്റെ കഥ ഇവിടെ തീരുന്നു. നന്ദി, നമസ്കാരം. മൈ ജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ണിലെ ഇന്നത്തെ വിന്നർ ആരാന്നറിയാനായിട്ട് നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം പിഷാരടി ചേട്ടനെയും ഷാജോൻ ചേട്ടനെയും. നമ്മുടെ കണ്ടസ്റ്റൻസിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം മനീഷ് ചേട്ടൻ ആൻഡ് ജോസ് ചേട്ടൻ. വിന്നേഴ്സ് ആരാന്ന് അറിയുന്നതിന് മുന്നേ മൈ ജി ഫ്യൂച്ചർ മൈ ഇൻസ്പിറേഷണൽ സ്റ്റോറി. കുറച്ചധികം നാളുകൾക്ക് മുമ്പ് എന്നെ ഈ ഫീൽഡിൽ കൊണ്ടുവന്നിട്ടുള്ള ആളാണ് പ്രിയപ്പെട്ട സലീം കുമാർ ഏട്ടൻ. സലീം കുമാർ ഏട്ടന്റെ വീട്ടില് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു ആരാധകൻ വന്നു. അദ്ദേഹത്തിന് കാഴ്ച പരിമിതിയുള്ള ആരാധകനാണ്. അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ച വളരെ കുറവാണ്. അദ്ദേഹത്തിന് സലീമേട്ടന്റെ വീട്ടിൽ വന്ന ശേഷം എന്നെയും പരിചയപ്പെടണം എന്ന് പറഞ്ഞ് ഫോണിലൂടെ ഞാൻ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ സലീമേട്ടന്റെ വീട്ടില് ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത ആള് അദ്ദേഹത്തെ പരിചയപ്പെടണമെന്ന ആഗ്രഹത്തോടു കൂടി വീട്ടിലെത്തി ഉടനെ തന്നെ പേഴ്സ് തുറന്നിട്ട് 1000 രൂപ എടുത്ത് സലീം കുമാർ ഏട്ടന്റെ കൈ കൊടുത്തു. സലീം കുമാർ ഏട്ടന്റെ കൈ കൊടുത്തപ്പോ സലീം കുമാർ ഏട്ടൻ എനിക്കിത് വേണ്ട, എന്തിനാ പോയി? അല്ലല്ല സാർ ഇത് എന്റെ ഒരു സ്നേഹത്തിന്റെ ഭാഗമായി ഈ 1000 രൂപ നിങ്ങളെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് സലീമേട്ടന് ഈ 1000 രൂപ കൊടുത്തു. അതിനുശേഷം കുറെ അധികം നേരം ഇവർ തമ്മിൽ സംസാരിച്ചു. ഫോണിലൂടെ എന്നോട് സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം യാത്ര പറഞ്ഞ് ഇറങ്ങിയപ്പോ സലീമേട്ടൻ ചോദിച്ചു, അല്ല നിങ്ങള് എന്തിനാണ് ഇവിടെ വന്ന ഉടനെ എനിക്കൊരു 1000 രൂപ തന്നത്? എനിക്ക് 1000 രൂപ തരേണ്ട ഒരു ആവശ്യമില്ലല്ലോ. പറഞ്ഞപ്പോ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ കാഴ്ച പരിമിതിയുള്ള ഒരാളാണ്. എനിക്കിങ്ങനെ ശബ്ദം കേട്ടും ഇഷ്ടപ്പെട്ടുള്ള ചില ആളുകളെ പരിചയപ്പെടണം എന്ന് തോന്നും. ഞാൻ അവരെ പരിചയപ്പെടാൻ പോകും. പരിചയപ്പെട്ട് കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ഇറങ്ങാറാകുമ്പം പലരും എനിക്ക് പൈസ തരും. ഞാൻ സഹായത്തിന് പോയതാന്ന് ഓർത്തിട്ട്, അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിക്കാൻ പോയതാന്ന് ഓർത്തിട്ട് പലരും എൻ്റെ പോക്കറ്റിൽ പൈസ വെച്ച് തരും, അല്ലെ എനിക്ക് പൈസ വെച്ച് തരും. അത് എനിക്ക് വല്ലാത്തൊരു വേദനയാണ്. അതൊരു സ്നേഹമല്ല, അതൊരു സഹതാപമാണ്. ഞാൻ അവരെ സ്നേഹിക്കുകയും അവരെന്നോട് സഹതാപം കാണിക്കുകയും ചെയ്യുന്നു. സഹതാപത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ചില സമയത്ത് ഇതൊക്കെ ഒരു സ്നേഹമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാം. അപ്പൊ എനിക്കുള്ളത് സിൻസിയർ ആയിട്ടുള്ള സ്നേഹമാണ്. എനിക്ക് കാഴ്ച പരിമിതി ഉണ്ടെങ്കിലും
ഞാൻ എന്നാലാവുന്ന പല പല കാര്യങ്ങൾ ചെയ്ത് എൻ്റെ നിത്യവൃത്തി നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും കാണാൻ പോകുന്നത് ഒരു സഹായത്തിന് വേണ്ടിയല്ല. സഹായം ചോദിക്കുന്നത് ഒരു തെറ്റാണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. സമൂഹത്തിൽ ഇങ്ങനെയും ചില ആളുകളുണ്ട്. അവരിൽ വളരെയധികം വിശ്വസിക്കുകയും അവരെ പൂർണ്ണമായി ആശ്രയിക്കുകയും അതിലൂടെ മുന്നിലോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പൊ നമുക്കെല്ലാം ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പം പല സാഹചര്യങ്ങളിൽ പലതും ചെയ്യാതിരിക്കാൻ നൂറുകണക്കിനായ കാരണങ്ങൾ കിട്ടും, ന്യായീകരണങ്ങൾ കിട്ടും, വിശദീകരണങ്ങൾ കിട്ടും. അതൊന്നും ഒരു പെർഫെക്റ്റ് അല്ലാത്ത അവതരണത്തിനോ ഒരു പെർഫെക്റ്റ് അല്ലാത്ത നമ്മളുടെ സൃഷ്ടികൾക്കോ ഒന്നും ഒരു ഉത്തരമല്ല. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവനവനാൽ കഴിയുന്ന വിധം നന്നായി ചെയ്യാൻ എല്ലാവർക്കും ആകും. ഞാൻ ഈ കഥ പറഞ്ഞത് ഇവിടെ വരുന്ന ഓരോ അവതാരകരും ഓരോ മത്സരാർത്ഥികളും എല്ലാം അവനവനാൽ കഴിയുന്ന വിധം ഏറ്റവും നന്നായി ചെയ്തു വരുന്ന ഏത് കാര്യവും അറിഞ്ഞോ അറിയാതെയോ അതിന്റെ ജെന്യൂനിറ്റി കൊണ്ട് വളരെയധികം ജനകീയമാവും. അത് അവരുടെ ജീവിതത്തിൽ വല്ലാതെ ഉപകരിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് വൗസേഴ്സ് വൗ മൊമെന്റ്. ഡോക്ടറിനെ കാണാനായിട്ട് ഒരു ദിവസം പോയി. അപ്പൊ അവിടെ എഴുതി വെച്ചേക്കുന്നു ഉച്ച കഴിഞ്ഞ് ഷേണായി ഡോക്ടർ. എടാ ഉച്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിലും എല്ലാവർക്കും ക്ഷീണമല്ലേ, പിന്നെ എന്തിനാ അത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? എടാ അതല്ലടാ, ഉച്ച കഴിഞ്ഞ് ക്ഷീണായി ഡോക്ടറാണ്. എടാ ഉച്ച കഴിഞ്ഞ് ക്ഷീണായി ഡോക്ടർ എന്ന് പറഞ്ഞാൽ രാവിലെ അയാൾ എഞ്ചിനീയറാണ്. അങ്ങനെ അവൻ ആ ഹോസ്പിറ്റലിൽ ഇരുന്ന് ബ്ലഡ് കൊടുക്കാനായിട്ട് പോകും. അപ്പോൾ എല്ലാ ടെസ്റ്റും കഴിഞ്ഞപ്പോഴത്തേക്കും സിസ്റ്റർ ചോദിച്ചിട്ട് ടെസ്റ്റൊക്കെ ഓക്കെയാണ്, പക്ഷെ ഒരു കാര്യമുണ്ട്, സുരക്ഷിതമില്ലാത്ത ഏർപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ ഇവൻ പറയാണ്, അയ്യോ ബ്ലഡ് കൊടുക്കണമെങ്കിൽ സുരക്ഷിതമില്ലാത്ത അതിൽ ഏർപ്പെടണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഷാജോൻ ചേട്ടാ, ആരാണ് ഇന്നത്തെ വിന്നർ? ഇന്നത്തെ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം രണ്ടുപേർക്കും അവരുടേതായ ഒരു സ്റ്റൈലുണ്ട്. രണ്ടുപേരും ഗംഭീരമായിട്ട് അവര് പെർഫോം ചെയ്തു, നന്നായിട്ടുണ്ട്. എങ്കിലും എന്താണ് കുറച്ചുകൂടി ഒരു മികച്ചത് എന്ന് തോന്നുന്ന ഒരാളെയാണ് ഇന്ന് ഒന്നാം സ്ഥാനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒന്നാം സമ്മാനം നേടിയിട്ടുള്ളത് മിസ്റ്റർ ജോസ് ആണ്. കൺഗ്രാജുലേഷൻസ്. രണ്ടാം സമ്മാനം നേടിയിട്ടുള്ളത് നമ്മുടെ മനീഷ് മണിയാണ്. കൺഗ്രാജുലേഷൻസ്.